Hi friends, welcome back to Lakshmi's Academy YouTube channel. Friends, നമ്മൾ ലാസ്റ്റ് 4 വീഡിയോസ് ഇഡിയംസിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 5th ആൻഡ് ലാസ്റ്റ് പാർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 5 പാർട്ടിലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നവർ PSC ആസ്പിറൻസ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. ഈ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും ചെയ്യണം. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇഡിയം. ഫസ്റ്റ് വൺ, ആസ് ഡ്രാഫ്റ്റ് ആസ് എ ബുഷ്. ആസ് ഡ്രാഫ്റ്റ് ആസ് എ ബുഷ് മീനിങ് വെരി സ്റ്റുപ്പിഡ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആസ് ഡ്രാഫ്റ്റ് ആസ് എ ബുഷ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? വെരി സ്റ്റുപ്പിഡ്. എക്സാമ്പിൾ, ദ ബ്രൈറ്റ് ചീക്കി ലാഡ് ഇസ് ഡ്രാഫ്റ്റ് ആസ് എ ബുഷ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ, വൂൾ ഗ്യാതറിങ്. വൂൾ ഗ്യാതറിങ് മീൻസ് ഡേ ഡ്രീമിങ്. വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ദിവസ സ്വപ്നം കാണുക, അതാണ് വൂൾ ഗ്യാതറിങ്. വൂൾ ഗ്യാതറിങ് മീൻസ് ഡേ ഡ്രീമിങ്. എക്സാമ്പിൾ, don't let your mind wander in wool gathering while you are driving. Don't let your mind wander in wool gathering while you are driving. So easy ആണ്. wool gathering എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡേ ഡ്രീമിങ്. Wear one's heart on one's sleeve means show one's feeling openly. Wear one's heart on one's sleeve means show one's feeling openly. നമ്മളുടെ വിചാരങ്ങളൊക്കെ നമ്മൾ തുറന്ന് കാണിക്കുന്നതിനാണ്, അത് പുറമേ കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വെയർ വൺസ് ഹാർട്ട് ഓൺ വൺ സ്ലീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹി വെയർസ് ഹിസ് ഹാർട്ട് ഓൺ ഹിസ് സ്ലീവ് സോ എവ്രി വൺ അറ്റ് വർക്ക് നോസ് ഹി ഈസ് അപ്സെറ്റ് when his favorite team loses. He wears his heart on his sleeve so everyone at work knows he is upset when his favorite team loses. നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പുറത്ത് പ്രകടിപ്പിക്കുക, അതാണ് wear one's heart on one's sleeve എന്നാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ, cream of the crop. Cream of the crop means best of any group. Cream of the crop എന്ന് പറഞ്ഞാൽ എന്താണ്? The best one, the best of any group. Example, the fashion show featured the cream of the crop of new designers. Example, the fashion show featured the cream of the crop of new designers. Next one, on and off means very often. On and off means very often. Example, it has been raining on and off all day. അതായത് ഇടവിട്ട് മഴയായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൺ ആൻഡ് ഓഫ് ഓൾ ഡേ. ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഓഫൻ, കൂടെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ, ടു ബ്ലേസ് എ ട്രയൽ. ടു ബ്ലേസ് എ ട്രയൽ മീൻസ് ടു ഇനീഷ്യേറ്റ് വർക്ക്. ഒരു കാര്യം നമ്മൾ തുടങ്ങുക, അതിനാണെന്ന് പറയുന്നത് ബ്ലേസ് എ ട്രയൽ. ബ്ലേസ് എ ട്രയൽ. എക്സാമ്പിൾ, ഹിസ് റിസർച്ച് ബ്ലേസ്ഡ് എ ട്രയൽ ഫോർ ന്യൂ കൈൻഡ്സ് ഓഫ് ജീൻ തെറാപ്പി. ഹിസ് റിസർച്ച് ബ്ലേസ്ഡ് എ ട്രയൽ ഫോർ ന്യൂ കൈൻഡ്സ് ഓഫ് ജീൻ തെറാപ്പി. അതായത് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഒന്നിന് തുടക്കം കുറിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടു ബ്ലേസ് എ ട്രയൽ. നെക്സ്റ്റ് ഇഡിയം, എ വൈറ്റ് എലിഫൻറ്റ്. എ വൈറ്റ് എലിഫൻറ്റ് മീൻസ് എ യൂസ്ലെസ് വൺ. വൈറ്റ് എലിഫൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ യൂസ്ലെസ് വൺ. Example, that massive unrented office building turned into a total white elephant after the company went out of business. That massive unrented office building turned into a total white elephant after the company went out of business. മനസ്സിലായല്ലോ? വൈറ്റ് എലിഫൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? യൂസ്ലെസ് ആവുക, ഒരു പ്രയോജനമില്ലാതെ ആവുക. നെക്സ്റ്റ് വൺ, എ പ്രിറ്റി കെറ്റിൽ ഓഫ് ഫിഷ്. എ പ്രിറ്റി കെറ്റിൽ ഓഫ് ഫിഷ് എന്നതിൻ്റെ അർത്ഥം എ സിറ്റുവേഷൻ ദാറ്റ് കോസ് യു പ്രോബ്ലംസ്. എ സിറ്റുവേഷൻ ദാറ്റ് കോസ് യു പ്രോബ്ലംസ്. നമുക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം, കുഴപ്പം എന്നൊക്കെയാണ് അർത്ഥം. എ പ്രിറ്റി കെറ്റിൽ ഓഫ് ഫിഷ്. കെറ്റിൽ ഓഫ് ഫിഷ്. When the guest arrived an hour early and nothing was ready, it became a fine kettle of fish in the kitchen. അപ്പോൾ എന്താണ്? ഗസ്റ്റ് നേരത്തെ എത്തി, പ്രതീക്ഷിച്ചാലും നേരത്തെ എത്തിയപ്പോൾ തന്നെ എന്താണ്? പെട്ടെന്ന് ഒന്നും റെഡി ആയില്ല. അപ്പോൾ എന്താണ്? മൊത്തത്തിലാകെ കുഴപ്പമായി എന്നുള്ള അർത്ഥത്തിലാണ് എ പ്രിറ്റി കെറ്റിൽ ഓഫ് ഫിഷ്. അപ്പം ഫ്രണ്ട്സ്, നമ്മളിപ്പം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു അറൗണ്ട് 60 ഇഡിയംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം
വീണ്ടും ആവർത്തിച്ച് കാണുക. അത് PSC ആസ്പിറൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കണം. എല്ലാം തന്നെ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.